കേരളത്തിൽ സമീപകാലത്ത് സമര പോരാട്ടങ്ങളിലൂടെ തിളങ്ങിയ ഒട്ടേറെ യുവ നേതാക്കളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ചെറുപ്പക്കാരിൽ സ്വാധീനം ചെലുത്തിയവരും എതിർ പാർട്ടിക്കാർക്ക് വെല്ലുവിളിയായി മാറിയവരും. എന്നാൽ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം പോലെ വ്യക്തി ജീവിതത്തിനും മാതൃകയായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന എത്ര ചെറുപ്പക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുകേസിൽ പെട്ടപ്പോൾ അയാളെ ന്യായീകരിക്കാൻ ഇറങ്ങിയവരാണ് പല KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളും. അതിൻ്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. രാഹുലിനെ പോലെ പലർക്കും ഇതൊരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. പത്തനംതിട്ടയിലെയും കൊല്ലത്തെയും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പാലക്കാട്ടെ കൗൺസിലർക്കും പിന്നാലെ ഒരു KSU നേതാവിനെതിരെയാണ് ഒടുവിൽ ലൈംഗിക പീഡന പരാതി വന്നിരിക്കുന്നത്. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അതുലിനെതിരായ കേസിൻ്റെ വസ്തുത എന്താണ്? ഇതോടൊപ്പം ഇടുക്കി ഇരട്ടയാറിൽ മദ്യലഹരിയിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസും കൊല്ലത്തെയും മലപ്പുറത്തെയും ദുരൂഹ മരണങ്ങളും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കണ്ണൂരിൽ സമീപകാലത്ത് പല സമര പോരാട്ടങ്ങളിലൂടെയും മിന്നിത്തിളങ്ങിയ യുവ നേതാവാണ് KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ. മന്ത്രി വീണ ജോർജിനെതിരായ കരിങ്കൊടി പ്രതിഷേധത്തിലെ ഒന്നാം പ്രതി. ഭരണപക്ഷത്തെ പലരും അന്നേ അവനെ നോട്ടമിട്ടതാണ്. അപ്പോഴാണ് പഴയൊരു പെണ്ണ് കേസ് പുറത്തു വരുന്നത്. മുൻ KSU പ്രവർത്തക പീഡന പരാതി നൽകിയതോടെ പോലീസ് കേസുമെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് നടപടി. ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന പേരാവൂർ സ്വദേശിനിയായ 28-കാരിയാണ് കണ്ണൂർ വനിതാ പോലീസിൽ പരാതി നൽകിയത്. 2020-ൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും സാമ്പത്തികമായി ചൂഷണം ചെയ്തതുമാണ് പരാതി. ജനുവരി 6 കൂർഗിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രാമധ്യേ കാറിൽ വെച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിലാണ് യുവതി പരാതി നൽകിയത്. തുടർന്ന് വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫോണിൽ വിളിച്ച് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. 2018 മുതൽ പ്രണയത്തിലായിരുന്നുവെന്നും വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്തതായും യുവതി പരാതിയിൽ ആരോപിക്കുന്നു. മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ പല തവണകളായി 1,65,000 രൂപ കൈക്കലാക്കിയെങ്കിലും 62,200 രൂപ ഇതുവരെയും തിരിച്ചു നൽകിയില്ല. പിന്നീട് വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി വഞ്ചിച്ചതായും പരാതിയുണ്ട്. KSUവിൻ്റെ മുൻ പ്രവർത്തക കൂടിയാണ് യുവതി. അതുലിന് മറ്റ് ബന്ധങ്ങളുണ്ടെന്ന് അറിഞ്ഞതോടെയാണ് പ്രണയത്തിൽ നിന്ന് പിന്മാറിയതെന്ന് യുവതി പറയുന്നു. പണം തിരികെ നൽകാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. അടുത്തിടെ മന്ത്രി വീണ ജോർജിനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ഒന്നാം പ്രതി കൂടിയാണ് അതുൽ. ന്യൂസ് 18 കണ്ണൂർ. കള്ള് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ പരാക്രമം നടത്തുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊപ്പം മദ്യപിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. ഇടുക്കി ഇരട്ടയാറിൽ മദ്യപാനത്തിനിടെ സുഹൃത്തിനെ കൊലപ്പെടുത്തിയ ഒരു കേസിലേക്കാണ്. ഇരട്ടയാർ വയലുങ്കൽ സ്വദേശി രാഹുൽ സണ്ണിയെ കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് സജയനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രി ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. സുഹൃത്തുക്കളായ രാഹുൽ സണ്ണിയും സജയനും ഇരട്ടയാർ പഴയ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലെ കെട്ടിടത്തിനു സമീപം ഇരുന്ന് മദ്യപിച്ചു.
ഇവിടെ വെച്ചുണ്ടായ വാക്കുതർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. രാഹുലിനെ സജയൻ റോഡിലൂടെ വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിച്ചു. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഉടൻ കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചത്. അബോധാവസ്ഥയിൽ റോഡിൽ കിടന്നിരുന്ന രാഹുലിനെ പോലീസ് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഞാൻ എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 8:30 കട അടച്ചിട്ട് പോകും. ഇന്നലെയും 8 സമയത്ത് കട അടച്ചു. ആ സമയത്തൊന്നും ആരെയും കണ്ടില്ല. ഞാൻ പോകുന്നതിന് ശേഷമാണ് ഇവിടെ മദ്യവും മയക്കുമരുന്നെല്ലാം നടക്കുന്നത്. ഇത് വലിയ ദാരുണമായ ഒരു സംഭവമാണ്. ഇതിൻ്റെല്ലാം പിന്നിലെന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. മദ്യലഹരിയിൽ സംഭവിച്ച കയ്യബദ്ധം എന്നാണ് പ്രതി സജയൻ പോലീസിന് നൽകിയ മൊഴി. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി. ഫോറൻസിക് സംഘവും സ്ഥലം പരിശോധിച്ചു. രാഹുലിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി? അധ്യാപകർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടും ദൃശ്യങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടും ന്യായീകരണവുമായി രംഗത്തെത്തുകയാണ് കോളേജ് മാനേജ്മെന്റ്. ജീവനൊടുക്കാൻ കാരണം ലോൺ ആപ്പ് ഭീഷണി എന്നാണ് മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത്. ജാതി വിവേചനം നടന്നെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. പ്രിൻസിപ്പാളിന്റെ മുറിയിലെത്തിയ നിതിനോട് ലോൺ ആപ്പിൽ നിന്ന് അധ്യാപികയുടെ റെഫറൻസ് നമ്പർ ഒഴിവാക്കാൻ ആവശ്യപ്പെടുക മാത്രമാണ് ഉണ്ടായത്. ലോൺ എടുത്തത് സഹോദരി ഭർത്താവ് അശോകന് വേണ്ടിയെന്ന് നിതിൻ പറഞ്ഞു. ഇതോടൊപ്പം പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ വെച്ച് നിതിനുമായി നടത്തിയ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട പുതിയ CCTV ദൃശ്യങ്ങളും കോളേജ് അധികൃതർ പുറത്തുവിട്ടു. എന്നാൽ മാനേജ്മെന്റിന്റെ വാദം തള്ളി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജ് ജീവനൊടുക്കി 9ാം ദിവസമാണ് മാനേജ്മെന്റിന്റെ വാർത്താക്കുറിപ്പ് പുറത്തുവരുന്നത്. നിതിൻ രാജിന്റെ മരണത്തിന് കാരണം ലോൺ ആപ്പ് ഭീഷണിയാണെന്ന് MD അദ്നാൻ സിദ്ദിഖ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. സഹോദരി ഭർത്താവിന് വേണ്ടി ലോൺ എടുത്ത നിതിൻ അധ്യാപികയുടെ നമ്പർ റഫറൻസായി നൽകിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും ജാതി വിവേചന ആരോപണം തെറ്റാണെന്നും വാർത്താക്കുറിപ്പിലുണ്ട്. അധ്യാപികയുടെ നമ്പർ റഫറൻസ് നമ്പറിൽ നിന്ന് മാറ്റാൻ നിതിനോട് ആവശ്യപ്പെട്ടു. അധ്യാപികയുടെ നമ്പർ നൽകിയിട്ടില്ലെന്ന് നിതിൻ രാജ് ആവർത്തിച്ചു. ഇതോടെ അധ്യാപിക സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. ഇതിന് പിന്നാലെയാണ് നിതിൻ രാജ് ജീവനൊടുക്കിയത്. കോളേജിന് പുറത്ത് നിതിൻ രാജ് ഉൾപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം കോളേജിന്റെ ഭാഗത്തു നിന്ന് പരമാവധി സഹായിച്ചു. കൗൺസിലിംഗ് നൽകുമെന്ന ഉറപ്പ് നൽകി രക്ഷിതാക്കൾ നിതിനെ കൂട്ടിക്കൊണ്ടുപോയി. കോളേജിലും പോലീസ് സ്റ്റേഷനിലും ഇത് സംബന്ധിച്ച് രേഖാമൂലം എഴുതി നൽകിയിരുന്നു. അധ്യാപികമാർ നിരന്തരം ആവശ്യപ്പെട്ടാണ് നിതിൻ തിരികെ കോളേജിലെത്തിയതെന്നും മാനേജ്മെന്റ് പറയുന്നു. കോളേജിലെ അധ്യാപകരും ജീവനക്കാരുമടക്കം ഒരാൾക്കെതിരെയും നിതിൻ രാജ് പരാതി നൽകിയിട്ടില്ല. പ്രിൻസിപ്പലിന്റെ ചേംബറിൽ വെച്ച് നിതിനുമായി അധ്യാപകരും പ്രിൻസിപ്പലും സംസാരിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും കോളേജ് അധികൃതർ പുറത്തുവിട്ടു. അതേസമയം മാനേജ്മെന്റിന്റെ വിശദീകരണം തള്ളി കുടുംബം രംഗത്തെത്തി. അന്വേഷണം ലോൺ ആപ്പിൽ മാത്രമായി ഒതുക്കാനാണ് ശ്രമം നടക്കുന്നത്. ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വിചാരണയും കുറ്റപ്പെടുത്തലുമാണ് നിതിനെ തളർത്തിയത്. പ്രിൻസിപ്പൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് തങ്ങളെ വിളിച്ചിട്ടില്ലെന്നും തനിക്ക് വേണ്ടി ലോൺ എടുത്തുന്ന വാദം തെറ്റാണെന്നും നിതിന്റെ സഹോദരി ഭർത്താവ് അശോകൻ പറഞ്ഞു. പ്രിൻസിപ്പല് നിതിൻ രാജിനെ വിളിപ്പിച്ചെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കോളൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ പറയുന്ന മുമ്പ് ഞാനും അച്ഛനൊക്കെ പോയപ്പോൾ അവിടെ എന്റെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. എന്റെ നമ്പറിലേക്കൊന്നും കോൾ വന്നിട്ടില്ല. എനിക്ക് തരാനായിട്ടാണ് അവൻ എടുക്കുന്നതെന്ന് നിതിൻ രാജ് എന്നോട് പറഞ്ഞിട്ടുമില്ല, കുക്കു എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ സഹോദരിമാരും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. പോലീസ് അന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെയാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ നീക്കം. നിതിന്റെ മരണം സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. അതേസമയം ആശുപത്രിയിലെത്തിക്കുമ്പോൾ നിതിന് നേരിയ തോതിൽ ഹൃദയമിടിപ്പുണ്ടായിരുന്നതായി ഡോക്ടർമാർ പോലീസിന് മൊഴി നൽകി. നട്ടെല്ലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതമാണ് മരണകാരണം. ഇത് രക്തം കട്ടപിടിക്കാൻ കാരണമായി.
അരയ്ക്ക് മുകളിൽ ഇരുവശത്തും ദ്വാരമുണ്ടാക്കി കട്ടപിടിച്ച രക്തം പുറത്തു കളയാൻ ശ്രമം നടത്തിയെങ്കിലും പൾസ് കുറഞ്ഞതോടെ പരാജയപ്പെട്ടുവെന്നാണ് ഡോക്ടർമാർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. സംഭവത്തിൽ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച അന്വേഷണ സംഘം കോളേജിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കി. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിന് റിപ്പോർട്ട് കൈമാറുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് 18 കണ്ണൂർ, തിരുവനന്തപുരം. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ വിവാഹം നടത്തിയെന്ന പരാതി വലിയ വിവാദവും കേസുമൊക്കെ ആയതാണ്. സംഭവത്തിൽ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ മധ്യപ്രദേശ് പോലീസ് പോക്സോ കേസുമെടുത്തു. അങ്ങനെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കാൻ കേരളത്തിലെത്തിയപ്പോഴാണ് മറ്റൊരു വിശേഷം കൂടി പോലീസ് അറിയുന്നത്. ആ പെൺകുട്ടി ഇപ്പോൾ ഗർഭിണിയാണ്. അവളുടെ ഭർത്താവ് തന്നെയാണ് ഇക്കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയത്. അതിനാൽ ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആകില്ലെന്ന് പറഞ്ഞതോടെ മധ്യപ്രദേശ് പോലീസ് തിരികെ മടങ്ങുകയും ചെയ്തു. പെൺകുട്ടിയും പങ്കാളിയും ഒളിവിൽ തുടരുന്നതിനാൽ അവരിൽ നിന്നും മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യ ഗർഭിണിയാണെന്നും യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ ഉടൻ നേരിട്ട് ഹാജരാകാനാകില്ലെന്നും ഭർത്താവ് ഫർമാൻ ഖാൻ മഹാരാഷ്ട്ര പോലീസിനെ അറിയിച്ചതായാണ് വിവരം. പ്രായപൂർത്തിയാകാത്ത മകളെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം കഴിപ്പിച്ചുവെന്നാരോപിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഫർമാനെതിരെ മണ്ഡലേശ്വർ DSPക്ക് പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് മധ്യപ്രദേശ് പോലീസ് അറിയിച്ചതിന് പിന്നാലെയാണ് ഭാര്യ ഗർഭിണിയാണെന്ന് ഫർമാൻ അറിയിച്ചിരിക്കുന്നത്. പെൺകുട്ടിയുടെ പ്രായം സംബന്ധിച്ച് തർക്കം നിലനിൽക്കെ ഇവരിൽ നിന്നും മൊഴിയെടുക്കാനാണ് മധ്യപ്രദേശ് പോലീസ് സംഘം കേരളത്തിലെത്തിയത്. എന്നാൽ പെൺകുട്ടിയും പങ്കാളിയും ഒളിവിൽ തുടരുകയാണ്. ഇരുവരെയും കണ്ടെത്താൻ കഴിയാത്തതിനാൽ സംഘം മടങ്ങുകയായിരുന്നു. പെൺകുട്ടിയുടെയും പങ്കാളിയുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് മധ്യപ്രദേശ് പോലീസ് സംഘം കൊച്ചിയിലെത്തിയത്. തൃക്കാക്കരയിലും കാക്കനാടും പെൺകുട്ടിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കാക്കനാട് NGO കോട്ടേഴ്സ് ജംഗ്ഷന് സമീപത്തെ ഫ്ളാറ്റിലും പരിസര പ്രദേശങ്ങളിലും അടക്കം പരിശോധന നടത്തിയിരുന്നു. അതേസമയം വിവാഹവുമായി ബന്ധപ്പെട്ട കേസിൽ മെയ് 20 വരെയും ഹൈക്കോടതി പെൺകുട്ടിയുടെയും പങ്കാളിയുടെയും അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച രേഖകൾ സിറ്റി പോലീസ് കമ്മീഷണർ മധ്യപ്രദേശ് പോലീസിന് കൈമാറിയിരുന്നു. ഹൈക്കോടതിയുടെ തുടർ നടപടികൾ പരിശോധിച്ച ശേഷമായിരിക്കും സംഘത്തിന്റെ അടുത്ത നീക്കം. അതേസമയം തനിക്കെതിരെ വ്യാജരേഖ ചമച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നെന്ന പെൺകുട്ടിയുടെ പരാതി കേരള പോലീസിന് മുന്നിലുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിക്കെതിരെയാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ പോലീസ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. താൻ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകാമെന്നും പെൺകുട്ടി കേരള പോലീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ കേരള പോലീസ് കേസെടുക്കാത്തതിനാൽ പെൺകുട്ടിക്ക് ഇതുവരെയും രഹസ്യമൊഴി നൽകാൻ കഴിഞ്ഞിട്ടില്ല. മധ്യപ്രദേശ് പോലീസ് തന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ എത്തിയതാണെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച പെൺകുട്ടി കോടതിയെ സമീപിക്കുമെന്നും സൂചനയുണ്ട്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ വീട്ടിലും നാട്ടിലുമൊക്കെ ഒരു ദുരന്തമോ അപകടമോ മരണമോ സംഭവിച്ചാൽ എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണല്ലേ. ഓരോ നഷ്ടപ്പെടലും വല്ലാത്ത നൊമ്പരമായിരിക്കും. നമ്മുടെ വീട്ടിലൊരു മരണം നടന്നു കരുതി നാട്ടിലുള്ളവരെല്ലാം അതിൽ സങ്കടപ്പെട്ട് പിന്നീട് ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് വെക്കണമെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? കൊല്ലം കുണ്ടറയിലെ ഒരു ക്ഷേത്രത്തിലുണ്ടായ പ്രശ്നത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സഹോദരന്റെ മരണത്തെ തുടർന്ന് ഉത്സവം നടത്തരുതെന്നാവശ്യപ്പെട്ട് ഒരു യുവാവും സുഹൃത്തുക്കളും ക്ഷേത്രത്തിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നീട് ഉത്സവത്തിനിടെ വടിവാളുമായി ആക്രമണം നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാണ്. കുണ്ടറ സ്വദേശി അജോയ് അശോകനെ മുഖ്യപ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തത്. സഹോദരൻ മരിച്ചതിനെ തുടർന്ന് ഉത്സവം നടത്തരുതെന്നാവശ്യപ്പെട്ട് ഇയാൾ ക്ഷേത്ര കമ്മിറ്റിയുമായി നേരത്തെ തർക്കമുണ്ടായിരുന്നു. തുടർന്നാണ് വടിവാളുമായി ആക്രമണം നടത്തിയത്. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അജോയ്ക്കൊപ്പം 2 പേർ കൂടി ആക്രമണത്തിൽ പങ്കെടുത്തതായി പോലീസ് പറയുന്നു. സംഭവത്തിന് പിന്നാലെ 3 പേരും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു.
2 മാസം മുമ്പ് അജോയുടെ സഹോദരൻ അക്ഷയ് വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. അതിനാൽ ഇത്തവണ ഉത്സവം നടത്തരുതെന്നായിരുന്നു അജോയുടെ ആവശ്യം. ഇക്കാര്യം പറഞ്ഞ് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളുമായി അജോയ് വാക്കുതർക്കത്തിലേർപ്പെട്ടിരുന്നു. തുടർന്നാണ് ഉത്സവത്തിനിടെ എത്തി സംഘർഷമുണ്ടാക്കിയത്. മൈക്ക് സെറ്റും ഉപകരണങ്ങളും അടിച്ചു തകർത്തതായും ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ അജയ് അശോകനും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ക്ഷേത്ര ഭാരവാഹികൾ പ്രകോപനമുണ്ടാക്കിയതിനാലാണ് വാൾ വീശിയതെന്നാണ് പരാതിയിലുള്ളത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കൊല്ലം. മലപ്പുറം ചങ്ങരംകുളത്തെ അജയ് എന്ന 27-കാരന് എന്താണ് സംഭവിച്ചത്? രാവിലെ 8 മണിവരെ വീട്ടുകാരോടെല്ലാം സംസാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പിന്നീട് എന്തിനാകും ജീവനൊടുക്കിയത്? ഒതളൂർ സ്വദേശി അജയ്യുടെ മരണത്തിൽ പല ദുരൂഹതകളുമുണ്ട്. ഇരട്ട സഹോദരനായ അക്ഷയ് വീട്ടിൽ നിന്ന് പുറത്തുപോയി 1 മണിക്കൂറിനുള്ളിൽ മടങ്ങിയെത്തിയപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്. എന്നാൽ മരണകാരണം വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ചങ്ങരംകുളം ഒതളൂരിൽ ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് യുവാവിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒതളൂർ സ്വദേശി വളപ്പിൽപ്പുരയ്ക്കൽ ദാസന്റെ മകൻ അജയ് എന്ന 27-കാരനാണ് മരിച്ചത്. അജയുടെ ഇരട്ട സഹോദരൻ വീട്ടിൽ നിന്ന് പുറത്തുപോയി 1 മണിക്കൂറിനകം തിരിച്ചെത്തിയപ്പോൾ അജയ്യെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. അജയുടെ ഇരട്ട സഹോദരനായ അക്ഷയ് രാവിലെ 8 മണിയോടെയാണ് ബൈക്കുമായി പുറത്തുപോയത്. അതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അറിയുന്നത്. 9 മണിയോടെ അക്ഷയ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അജയ്യെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. വെല്ലിംഗ് തൊഴിലാളിയാണ് മരിച്ച അജയ്. മാതാവ് ചന്ദ്രിക അംഗനവാടി അധ്യാപികയാണ്. അനഘ എന്ന ഒരു സഹോദരി കൂടിയുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 തിരൂർ. നിങ്ങൾ ആരെങ്കിലും സ്വന്തം ആയുസ്സിനെ കുറിച്ചോ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്നോ ചിന്തിക്കാറുണ്ട്? അതേക്കുറിച്ച് ആലോചിച്ച് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. പ്രിയപ്പെട്ടവരുടെ പിണങ്ങി കഴിയുന്നവരാണെങ്കിൽ സാധിക്കുമെങ്കിൽ ആ വഴക്കൊക്കെ മാറ്റി അവരെ സ്നേഹിക്കാനും അവർക്കൊപ്പം ജീവിക്കാനും ശ്രമിക്കണം കേട്ടോ. കൊല്ലം കല്ലുവാതുക്കലിലെ രവീന്ദ്രൻ വീട്ടുകാരുമായി കുറേ നാളുകളായി പിണങ്ങിക്കഴിയുകയായിരുന്നു. പിന്നീട് കേട്ടത് അയാളുടെ മരണവാർത്തയാണ്. സംഭവം ആത്മഹത്യയാണോ അതോ അപകടമാണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. പാരിപ്പള്ളി പുലിക്കുഴിക്ക് സമീപം തൊളിക്കോട് സ്വദേശി 65-കാരൻ രവീന്ദ്രനാണ് മരിച്ചത്. കുടുംബവുമായി അകന്നു കഴിയുന്നയാളായിരുന്നു രവീന്ദ്രൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കല്ലുവാതുക്കൽ പാരിപ്പള്ളി പ്രദേശങ്ങളിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കാറുണ്ടായിരുന്ന ഇയാൾ രാത്രി സമയങ്ങളിൽ ഒഴിഞ്ഞ കെട്ടിടങ്ങളിൽ കിടന്നുറങ്ങുന്നതായിരുന്നു പതിവ്. നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിനുള്ളിൽ രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീഴ്ച മൂലമാണോ അതോ മറ്റു ദുരൂഹതകളുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുമെന്ന് പോലീസ് അറിയിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നു. ന്യൂസ് 18 കൊല്ലം. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആ വാഹനം നിർത്തി മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഇല്ലെങ്കിലാണ് കേസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. നടൻ മണിയൻ പിള്ള രാജുവിൻ്റെ അനുഭവം തന്നെ ഒന്ന് പരിശോധിക്കാം. 2 മാസം മുൻപ് തിരുവനന്തപുരത്ത് വെച്ചുണ്ടായ അപകടത്തിന് ശേഷം വാഹനം നിർത്താതെ പോയപ്പോൾ രാജു മദ്യപിച്ചിരുന്നോ എന്ന സംശയമുയർന്നു. ഒടുവിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമായി. ഇതോടെ ആ കേസിൽ മണിയൻ പിള്ള രാജുവിന് ക്ലീൻ ചിറ്റും. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ഒഴിവാക്കി
പോലീസ് കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചു. ഫെബ്രുവരി 5 രാത്രിയാണ് തിരുവനന്തപുരത്ത് മണിയൻപിള്ള രാജുവിന്റെ കാർ ബൈക്കിലിടിച്ച് 2 യുവാക്കൾക്ക് പരിക്കേറ്റത്. വഴുതക്കാടുള്ള ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്ന് മണിയൻപിള്ള രാജുവിന്റെ കാർ റോഡിലേക്ക് ഇറങ്ങിയവയാണ് ബൈക്കിലിടിച്ചത്. എന്നാൽ അന്ന് മണിയൻപിള്ള രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. സംഭവം വിവാദമായതോടെ പിറ്റേന്ന് മണിയൻപിള്ള രാജു നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയുമായിരുന്നു. അറസ്റ്റിന് പിന്നാലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മണിയൻപിള്ള രാജുവിന്റെ കാർ അമിത വേഗത്തിലല്ലെന്ന് വ്യക്തമായി. പക്ഷേ മദ്യപിച്ചാണോ വണ്ടി ഓടിച്ചതെന്നായിരുന്നു അവശേഷിച്ചിരുന്ന പ്രധാന സംശയം. രാജു അന്നേ അത് നിഷേധിച്ചിരുന്നു. പക്ഷേ രക്തസാമ്പിൾ കെമിക്കൽ ലാബിലേക്ക് അയച്ചുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് തീരുമാനിച്ചു. 2 മാസത്തിന് ശേഷമെത്തിയ ആ പരിശോധനാ ഫലത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യമില്ല. ഇതോടെ മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയെന്ന കുറ്റം ഇല്ലാതായി. ഈ കുറ്റം ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു കാലത്ത് കേരളത്തിലെ പല വിമാനത്താവളങ്ങളും സ്വർണ്ണക്കടത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോൾ സ്വർണത്തിനല്ല ഡിമാൻഡ്, ലഹരിക്കാണ്. അതുകൊണ്ട് തന്നെ വിമാനത്താവളങ്ങളിൽ ലഹരി പരിശോധനയും കർശനമാക്കി. കരിപ്പൂരിൽ 2 കിലോയോളം MDMA-യുമായി യുവാവിനെ DRI അറസ്റ്റ് ചെയ്തു. 1.5 കോടിയോളം വില വരുന്ന MDMA-യുമായി പെരിന്തൽമണ്ണ സ്വദേശി ഹാരിസാണ് പിടിയിലായത്. ബാഗേജിലെ ചോക്ലേറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. ഇയാൾക്ക് സഹായം ചെയ്തുവെന്ന സംശയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെയും കസ്റ്റഡിയിലെടുത്തു. നേരത്തെ വിവരം ലഭിച്ചതനുസരിച്ച് കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ യൂണിറ്റുകളിലെ DRI ഉദ്യോഗസ്ഥർ 2 സംഘങ്ങളായി കരിപ്പൂരിലെത്തിയിരുന്നു. ഒരു സംഘം യാത്രക്കാരെന്ന വ്യാജേന കസ്റ്റംസ് ഹാളിൽ കടന്ന് യാത്രക്കാരെ നിരീക്ഷിച്ചു. രണ്ടാമത്തെ സംഘം വിമാനത്തിന് പുറത്ത് ഹാരിസിനെ കാത്തുനിന്നു. തുടർന്ന് ഹാരിസിനെ പിന്തുടർന്ന DRI സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഫോൺ പരിശോധിച്ചതിൽ നിന്ന് കരിപ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരുടെ നമ്പറിലേക്ക് തിരിച്ച് സന്ദേശങ്ങൾ കൈമാറിയതായി സൂചന ലഭിച്ചു. തുടർന്ന് പുറത്ത് കാത്തുനിന്ന സംഘം പോലീസ് ഹെഡ് പോസ്റ്റ് വളഞ്ഞ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇയാളുടെ കൈവശം 2 ഫോണുകളുണ്ടായിരുന്നു. അതിലൊന്ന് പുറത്തേക്ക് എറിഞ്ഞുവെന്നും ഫോൺ പിന്നീട് തങ്ങൾ കണ്ടെടുത്തുവെന്നും DRI സംഘം അറിയിച്ചു. ചോദ്യം ചെയ്ത ശേഷം പോലീസ് ഉദ്യോഗസ്ഥനെ നോട്ടീസ് നൽകി വിട്ടയച്ചു. രാസലഹരി കടത്ത് സംഘങ്ങൾക്ക് പോലീസിൽ നിന്ന് രഹസ്യ സഹായം ലഭിക്കുന്നതായി DRIക്ക് നേരത്തെ സംശയമുണ്ടായിരുന്നു. MDMA കടത്തിയ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സ്വദേശിയായ യുവതി പിടിയിലായ സംഭവത്തിലും കരിപ്പൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്ന് MDMA പിടികൂടിയ സംഭവത്തിലും പോലീസിന്റെ സഹായം സംശയിക്കപ്പെട്ടിരുന്നു. ഇതിലും അന്വേഷണം നടന്നുവരികയാണ്. അതേസമയം നിലവിൽ പോലീസുകാരനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും കസ്റ്റഡിയിലെടുത്ത ഫോൺ പരിശോധനയിലൂടെ മാത്രമേ കൂടുതൽ കൃത്യത വരുത്താനാവുള്ളൂവെന്നും DRI അറിയിച്ചു. സംഭവത്തിൽ പ്രതികരിക്കാൻ കരിപ്പൂർ പോലീസ് തയ്യാറായിട്ടില്ല. ന്യൂസ് 18 മലപ്പുറം. പേര് ഇലിയ ബിലോവ. റഷ്യയിൽ നിന്ന് ഏതാനും നാളുകൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയതാണ്. കഴിഞ്ഞ ദിവസം പുനലൂരിലെ ലോഡ്ജിൽ വെച്ചാണ് ഈ റഷ്യൻ വനിതയെ ശ്രദ്ധയിൽപ്പെട്ടത്. പേരും വിവരങ്ങളും ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടിയില്ല. പിന്നീട് പോലീസ് എത്തി അന്വേഷിച്ചപ്പോൾ പാസ്പോർട്ടോ വിസയോ തിരിച്ചറിയൽ രേഖകളോ ഇല്ല. ഇതോടെ പോലീസ് ഇലിയയെ പൊക്കി. പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എന്താണ് ഇവരുടെ കേരളത്തിലേക്കുള്ള വരവിൻ്റെ ലക്ഷ്യമെന്നോ മറ്റ് വിവരങ്ങളോ വ്യക്തമായിട്ടില്ല. ഈ മാസം 10-നാണ് റഷ്യൻ പൗരത്വമുള്ള ഇലിയ ബിലോവയെ പുനലൂരിൽ കണ്ടത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചിരുന്ന ഇവരെക്കുറിച്ച് ലോഡ്ജ് ഉടമയാണ് പോലീസിൽ അറിയിച്ചത്. SI എത്തി വിവരം അന്വേഷിക്കുമ്പോൾ പേരും ദേശീയതയും അറിയിച്ച സ്ത്രീ മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മതിച്ചു. പാസ്പോർട്ട്, വിസ, തിരിച്ചറിയൽ രേഖകൾ എന്നിവ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഡൽഹിയിലെത്തിയ ഇവർ ട്രെയിൻ മാർഗം കേരളത്തിലെത്തുകയായിരുന്നെന്നാണ് വിവരം.
തുടർന്ന് 2025 ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രഥമ വിവര റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. പിന്നീട് ഇവർക്ക് റഷ്യൻ കോൺസുലേറ്റുമായി ഫോൺ മുഖേന സംസാരിക്കാൻ സൗകര്യം ചെയ്തു നൽകിയെങ്കിലും സംസാരിക്കാൻ ഇലിയ വിസമ്മതിച്ചു. ബയോമെട്രിക്സ് ശേഖരിക്കുന്നതിനും സഹകരിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഇവർക്ക് നിയമസഹായം ലഭ്യമാക്കുന്നതിന് അഭിഭാഷകരെ ഏർപ്പെടുത്തി. തുടർന്നാണ് കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. ന്യൂസ് 18 പുനലൂർ. ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും അരങ്ങേറിയിട്ടുള്ള നാടാണ് കണ്ണൂർ. നിരവധി ചെറുപ്പക്കാരുടെ ചോരയും കുടുംബങ്ങളുടെ കണ്ണീരും വീണിട്ടുണ്ട്. 2015 പിണറായിയിലെ RSS പ്രവർത്തകൻ റൈജേഷിൻ്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസ് രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായിരുന്നു. ആ കേസിൽ 10 വർഷങ്ങൾക്ക് ശേഷം കോടതി CPM പ്രവർത്തകർക്ക് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ടെൻഷൻ ശ്രീജിത്ത് എന്ന KK ശ്രീജിത്തിന് 10 വർഷം കഠിന തടവും മറ്റ് പ്രതികളായ ഷഫീഖിനും ഷൈജുവിനും 8 വർഷം വീതം തടവുമാണ് ശിക്ഷ. കേസിൽ 4 പേരെ തലശ്ശേരി കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. RSS പ്രവർത്തകൻ റൈജേഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലാണ് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിലെ പ്രധാന പ്രതിയായ തെക്കേ കണ്ണോളി വീട്ടിൽ ശ്രീജിത്ത് എന്ന ടെൻഷൻ ശ്രീജിത്തിന് 14 വർഷം കഠിന തടവും 1,25,000 രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷവും 3 മാസവും അധിക തടവ് അനുഭവിക്കണം. കേസിലെ മറ്റ് പ്രതികളായ ഷെഫീഖിനും ഷൈജുവിനും 8 വർഷം വീതം കഠിന തടവും 75,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ ഇവർ 3 മാസം അധിക തടവ് അനുഭവിക്കണം. പിഴത്തുകയിൽ നിന്ന് 2 ലക്ഷം രൂപ പരിക്കേറ്റ റൈജേഷിന് നൽകാനും കോടതി ഉത്തരവിട്ടു. വധശ്രമം, മാരകായുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത്. നവംബർ 23 ഉച്ചയ്ക്ക് ഇരുവട്ടി കൊഴൂർ നോർത്തിലെ ബോഡി വർക്ക്ഷോപ്പിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. റൈജേഷിനെ ബസ്സിനുള്ളിൽ കയറി മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. കൈപ്പത്തി അറ്റുപോയ റൈജേഷിനെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയിലൂടെ കൈപ്പത്തി തുന്നിച്ചേർക്കുകയും ചെയ്തു. 7 പ്രതികളുള്ള കേസിൽ 4 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. 1-ാം പ്രതി CK റഹീം, 3-ാം പ്രതി K ജ്യോതിഷ്, 4-ാം പ്രതി നിജോയ്, 5-ാം പ്രതി K തേജസ് എന്നിവരെയാണ് വെറുതെ വിട്ടത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ രേഷ്മയും റൈജേഷിനു വേണ്ടി അഭിഭാഷകൻ P പ്രേമരാജനും ഹാജരായി. 6-ാം പ്രതിയായ KK ശ്രീജിത്ത് RSS പ്രവർത്തകൻ നിഖിലിനെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചു വരികയാണ്. ന്യൂസ് 18 കണ്ണൂർ. കാസർഗോഡ് ബന്ദിയോട് കള്ളന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം തുടർക്കഥയാണ്. കഴിഞ്ഞ രാത്രി 3 വീടുകളിൽ കവർച്ചാശ്രമമുണ്ടായി. വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. മുഖം മൂടി ധരിച്ചെത്തിയ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ കുമ്പള പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബന്ദിയോട് അടുക്കയിലാണ് 3 വീടുകളിൽ കവർച്ചാശ്രമം നടന്നത്. വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. അടുക്ക ചുക്കിരടുക്കയിലെ ഹനീഫ, അയൽവാസികളായ മുഹമ്മദ്, അബ്ദുള്ള എന്നിവരുടെ വീടുകളിലാണ് കവർച്ചാശ്രമം ഉണ്ടായത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് ഹനീഫയുടെ വീട്ടിൽ കവർച്ചാശ്രമം ഉണ്ടായത്. അടുക്കള ഭാഗത്തെ വാതിലിന്റെ കട്ടിലപ്പാളി അടർത്തി മാറ്റിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ആദ്യം മുകൾ നിലയിലെ മുറിയിലെത്തിയ മോഷ്ടാവ് അലമാരകൾ കുത്തിത്തുറന്ന് തുണിത്തരങ്ങളെല്ലാം വാരി വലിച്ചിട്ടുമെങ്കിലും ഒന്നും കിട്ടിയില്ല. തുടർന്ന് ഹനീഫയും ഭാര്യയും ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിലെത്തി.
ഈ സമയത്ത് ഹനീഫയുടെ ഭാര്യ ഉണരുകയും ബഹളം വെക്കുകയുമായിരുന്നു. ഇതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. മുഖം മൂടിയും ഗ്ലൗസും ഫുൾ കൈ ഷർട്ടും പാൻസും ധരിച്ചെത്തിയ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഹമ്മദിന്റെ വീട്ടിൽ കവർച്ച നടത്താൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. മുഖംമൂടി വീട്ടുപടിക്കൽ ഉപേക്ഷിച്ച നിലയിലാണ്. അബ്ദുള്ളയുടെ വീട്ടിൽ പുലർച്ചെ 4 മണിയോടെയാണ് കവർച്ചാ ശ്രമമുണ്ടായത്. അബ്ദുള്ള പുലർച്ചെ 3 മണിയോടെ പള്ളിയിലേക്ക് പോയിരുന്നു. ഈ സമയത്താണ് മുഖംമൂടി ധരിച്ച മോഷ്ടാവ് വീട്ടിൽ കവർച്ചയ്ക്കെത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിയുകയും വിദേശത്തുള്ള മകൻ തത്സമയം കാണുകയും ചെയ്തു. ഉടൻ തന്നെ വീട്ടുകാരെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. വീട്ടുകാർ ബഹളം വെച്ചതോടെ മോഷ്ടാവ് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. കുമ്പള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തിരുവനന്തപുരം മലമുകളിൽ സംഘർഷം. RSS പ്രവർത്തകർ മലമുകൾ സ്വദേശിയെ മർദ്ദിച്ചു എന്നാരോപിച്ച് CPM പ്രവർത്തകരും സംഘടിച്ചതാണ് സംഘർഷത്തിന് കാരണം. 24-കാരിയായ സ്വകാര്യ ചാനൽ അവതാരകയ്ക്കെതിരെ ട്രെയിനിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ വയോധികൻ അറസ്റ്റിൽ. ഷൊർണൂരിൽ അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശി ബാലകൃഷ്ണൻ. മലപ്പുറം വളാഞ്ചേരിയിൽ പൊതുസ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളാനെത്തിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു. വളാഞ്ചേരി സ്വദേശി അർജുനെയാണ് അറസ്റ്റ് ചെയ്തത്. രാത്രി സമയങ്ങളിൽ നമ്മൾ തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരു അജ്ഞാത രൂപം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ആരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകുമല്ലേ? കഴിഞ്ഞ കുറേ നാളുകളായി കൊച്ചി നെട്ടൂരിൽ രാത്രിയിൽ കാർ യാത്രക്കാരെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്തിയിരുന്ന ഒരു യുവാവുണ്ട്. നെട്ടൂർ ധന്യ ജംഗ്ഷനിൽ യാത്രക്കാരുടെ മുന്നിൽ ചാടി വീണ് ഭയപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ രീതി. ദുരനുഭവം നേരിട്ട ചിലർ ഇയാളുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. തുടർന്ന് പനങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ ആ രാത്രി ഭൂതത്തിന് പിടിവീണു. നെട്ടൂർ സ്വദേശി സനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി സിറ്റി പോലീസാണ് പ്രതി പിടിയിലായ വിവരം ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. പിടിയിലായ സനൂപ് ലഹരിക്ക് അടിമയാണോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിൻ്റെ ടോൾ ഫ്രീ നമ്പറായ 112 വിളിച്ച് വിവരം അറിയിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രിയിൽ പ്രേതത്തെ കണ്ടെന്ന് പറയുന്നവർ ഓർക്കണം, ഇതൊക്കെ തട്ടിപ്പാണെന്ന്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.